ഞങ്ങൾ റൂമിലെത്തി. അല്പസമയത്തിനുള്ളിൽ ലാലേട്ടൻ ഡോക്ടറുമായി വന്നു. പറന്നകന്ന ഗന്ധർവനെ നോക്കി എല്ലാവരും ശോകമൂകരായി. മലയാളത്തിന്റെ ക്ലാസിക് സംവിധായകനും എഴുത്തുകാരനുമായ പത്മരാജൻ ഓർമ്മയായിട്ട് 33 വർഷം തികയുന്നു. മലയാള സിനിമയുടെ സ്ഥിരം വാർപ്പ് മാതൃകകളെ ഉടച്ചു കളഞ്ഞ പത്മരാജന്റെ അപ്രതീക്ഷിത മരണം സിനിമാ ലോകത്തെ തന്നെ കണ്ണീരിലാഴ്ത്തിയ ഒന്നായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രൊഡക്ഷൻ മാനേജറും നടനുമായ സിദ്ദു പനക്കൽ. വേർപാടിന്റെ 33-ാം വർഷം ഇന്ന് ജനുവരി 24. നഷ്ടം നവംബറിൻ്റെതായാലും ജനുവരിയുടേതായാലും നഷ്ടം തന്നെയാണ്. അവനവന്റെ നഷ്ടങ്ങൾ എല്ലാവർക്കും വലുതാണ്. പക്ഷേ എല്ലാവരും ഒരുപോലെ വലുതാണ് എന്ന് കരുതുന്ന ചില നഷ്ടങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാളികളുടെ പ്രിയ കഥാകാരൻ, സംവിധായകൻ പത്മരാജൻ സാറിന്റെ വേർപാട്. 1991 ജനുവരി ഭരതം പടത്തിന്റെ ഷൂട്ടിംഗായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോഴിക്കോട്ടുണ്ട്. തിരക്കഥയിൽ വന്ന ഒരു മാറ്റം കാരണം പറഞ്ഞ തീയതിക്ക് പടം തുടങ്ങാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച താമസിച്ചാണ് തുടങ്ങിയത്. ഷൂട്ടിങ്ങിന് റെഡിയായി വന്ന എല്ലാവരും മഹാറാണിയിൽ താമസിക്കുന്നു. ഒരു ദിവസം രാവിലെ 7 ആർട്സ് വിജയകുമാർ സാർ എന്നെ വിളിച്ചു. പെട്ടെന്ന് 2 കാർ വരാൻ പറയണം, സിദ്ധാർത്ഥനും വരൂ. അദ്ദേഹം തിരക്കിട്ട് താഴേക്ക് നടന്നു. ഞാനും താഴെ സിബിമലയിൽ സാറും ആനന്ദക്കുട്ടേട്ടനും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. ഒരു കാർ ലാലേട്ടന് വേണ്ടി മഹാറാണിയിൽ നിർത്തിയിട്ട് മറ്റൊന്നിൽ ഞങ്ങൾ പാരാമൗണ്ട് ടവറിലേക്ക് പുറപ്പെട്ടു. ഹോട്ടലിൽ പത്മരാജൻ സാറിന്റെ മുറിയിലെത്തി. ബെഡിൽ പാതി അടഞ്ഞ മിഴികളുമായി ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരുന്നു പത്മരാജൻ സാർ. ഞങ്ങൾ റൂമിലെത്തി. അല്പസമയത്തിനുള്ളിൽ ലാലേട്ടൻ PVS ഹോസ്പിറ്റലിലെ ഡോക്ടറുമായി വന്നു. സഹായരായിരുന്നു എല്ലാവരും. പറന്നകന്ന ഗന്ധർവനെ നോക്കി എല്ലാവരും ശോകമൂകരായി. ഗുഡ് നൈറ്റ് മോഹൻ സാർ, നിതീഷ് ഭരദ്വാജ്, ഗാന്ധിമതി ബാലേട്ടൻ എല്ലാവരും വിങ്ങിപ്പൊട്ടലിന്റെ വക്കത്തായിരുന്നു. ലാലേട്ടന്റെ നേതൃത്വത്തിൽ പിന്നീട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നടന്നു. നിയമപരമായ കാര്യങ്ങൾക്കും മഹാറാണിയിലെ പൊതുദർശനത്തിനും ശേഷം നഗരം തങ്ങളുടെ പ്രിയപ്പെട്ട ചലച്ചിത്രകാരന് വിട നൽകി. ലാലേട്ടനടക്കം പ്രമുഖർ അനുഗമിച്ചു. ആംബുലൻസ് അകലെ മാഞ്ഞു പോകുമ്പോൾ പത്മരാജൻ സാറിന്റെ പല കഥാപാത്രങ്ങളും മനസ്സിൽ തെളിഞ്ഞു വന്നു. തൂവാനത്തുമ്പികളിലെ മണ്ണാർത്തോടി ജയകൃഷ്ണൻ, ക്ലാര, കൂടെവിടെയിലെ ക്യാപ്റ്റൻ തോമസ്, ഇതാ ഇവിടെ വരയിലെ വിശ്വനാഥൻ, പൈലി, അമ്മിണി, മൂന്നാം പക്കത്തിലെ അപ്പൂപ്പൻ, കവല, പെരുവഴി അമ്പലത്തിലെ രാമൻ, ദേശാടനക്കിളി കരയാറില്ലയിലെ നിമ്മി ശാലിനി, എൻ്റെ കൂട്ടുകാരിയിലെ ശാലിനി, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ, പോൾ പൈലോക്കാരൻ സോഫിയ, അപരനിലെ വിശ്വനാഥൻ, കാണാമറയത്തിലെ റോയ് വർഗീസ്, കരിയിലക്കാറ്റുപോലെയിലെ അച്യുതൻകുട്ടി, ഹരികൃഷ്ണൻ, തകരയിലെ ചെല്ലപ്പനാശാരി, തകര കള്ളൻ പവിത്രനിലെ പവിത്രൻ, സീസണിലെ ജീവൻ, രാപ്പാടികളുടെ ഗാഥയിലെ ഗാഥ, രതി നിർവേദത്തിലെ രതിച്ചേച്ചി, അങ്ങനെ പലരും. പ്രണയവും രതിയും പകയും പ്രതികാരവും ഇത്ര മനോഹരമായി സമന്വയിപ്പിച്ച തിരക്കഥാകൃത്തുക്കൾ നമുക്കധികം ഉണ്ടായിട്ടില്ല. ഭൂമിയിൽ താൻ വിട്ടുപോകുന്ന പ്രിയപ്പെട്ടവർക്കായി ഒരുപാട് ബാക്കി വെച്ചിട്ടാണ് ഈ നക്ഷതങ്ങളുടെ കാവൽക്കാരൻ പോയി മറഞ്ഞത്. ചെറുകഥകൾ, നോവലുകൾ, തിരക്കഥകൾ, സിനിമകൾ, അങ്ങനെ ഒരുപാട്. ഞാൻ ഗന്ധർവൻ എൻ്റെ ഗുരുനാഥൻ മോഹനേട്ടൻ വർക്ക് ചെയ്ത സിനിമയാണ്. ഞാനും കുറച്ചു ദിവസം അതിൽ വർക്ക് ചെയ്തിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മോഹനേട്ടൻ എന്നെ മോഹനേട്ടൻ്റെ വേറൊരു പടത്തിനയച്ചു. ഗന്ധർവൻ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളുടെ ഭാഗമായാണ് പത്മരാജൻ സാറും ടീമും കോഴിക്കോട് എത്തിയത്. രാത്രിയിൽ നഗരത്തിലെ ഒരു തിയേറ്ററിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ട ശേഷം റൂമിൽ വന്ന് കിടന്നതായിരുന്നു എല്ലാവരും. പിന്നീട് നടന്നതാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്. ഞാൻ ഗന്ധർവൻ സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ ഒരു അശരീരിയുണ്ട്. ആ അശരീരി കേട്ടുകൊണ്ടായിരിക്കാം പത്മരാജൻ സാറും ടീമും തിയേറ്റർ വിട്ടത്. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല, പകലുകൾ നിന്നിൽ നിന്നും ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രികളിലും നിനക്കുള്ളത് ഇന്നത്തെ രാത്രി മാത്രം. ഈ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശുമ്പോൾ
നീ ഭൂമിയിൽ നിന്നും യാത്രയാകും. ഒന്നിനും നിന്നെ തിരിച്ചു വിളിക്കാനാവില്ല. രാധാലക്ഷ്മി ചേച്ചിയുടെ പൊട്ടിക്കരച്ചിലിനോ അനന്തപത്മനാഭൻ്റെ ഹൃദയഭേദകമായ നിലവിളിക്കോ മകളുടെ നെഞ്ചുപൊട്ടിയുള്ള വിലാപത്തിനോ ഒന്നിനും